നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. വരുന്നു ഒരു അവിയൽ കേരള കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പരസ്യ നീക്കം. മാണി കേരളയും ജോസഫ് കേരളയും വിടാൻ ഒരുങ്ങി ഒരുപറ്റം നേതാക്കൾ. പുതിയ പാർട്ടികൾ ജനിക്കുകയും ജനിച്ചവ മരിക്കുകയും ചെയ്ത് ചരിത്രമെഴുതിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. രാഷ്ട്രീയ പാർട്ടികളിൽ നേതാക്കന്മാർ തമ്മിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ പിളർപ്പിലേക്ക് എത്തുകയും രണ്ട് പാർട്ടികളായി മാറുകയും ചെയ്യുന്ന നിരവധി അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പിളർപ്പൻ അഭ്യാസങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ രാജിവെച്ച് പുതിയതായി രൂപീകരിച്ച പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. കെ എം മാണി, കെ എം ജോർജ്, ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഒറിജിനൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകർ. അങ്ങനെയുള്ള കേരള കോൺഗ്രസ് പല അവസരങ്ങളിലായി പിളർന്ന് ഇപ്പോൾ അര ഡസനോളം കേരള കോൺഗ്രസുകളായി മാറിയിട്ടുണ്ട്. ഇവയെല്ലാം ചില നേതാക്കൾ പോക്കലിലിട്ടുകൊണ്ട് നടക്കുന്ന പാർട്ടികളായി നിലനിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഫലം പുറത്തു വന്നാൽ നിലവിൽ ശക്തമായി പ്രവർത്തിക്കുന്ന മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിലും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിലും പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏത് മുന്നണി വിജയത്തിലെത്തിയാലും കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചിടത്തോളം പൊട്ടിത്തെറിക്കുള്ള സാധ്യത നിലനിൽക്കുകയാണ്. രണ്ട് കേരള കോൺഗ്രസിലെയും മുതിർന്ന ചില നേതാക്കൾ പാർട്ടി ചെയർമാൻമാരുടെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിരാശരാണ്. തങ്ങൾക്ക് പാർട്ടിയിൽ അർഹമായ പ്രാധാന്യം കിട്ടുന്നില്ല എന്ന പരാതിയാണ് മുഖ്യമായും ഈ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിലെ നയിക്കുന്ന കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയാണ്. ജോസഫ് ഗ്രൂപ്പിനെ നയിക്കുന്നത് പി ജെ ജോസഫുമാണ്. ഈ രണ്ട് നേതാക്കളും ഇടത്തും വലത്തും ചില നേതാക്കളെ കൂട്ടിന് നിർത്തി മറ്റ് നേതാക്കളെ ഒതുക്കുകയാണ് എന്ന പരാതിയാണ് സീനിയർ നേതാക്കൾക്ക് അടക്കമുള്ളവർക്ക് ഉള്ളത്. രണ്ടു പാർട്ടിയിലെയും ഇത്തരത്തിൽ മാനസികമായ അകൽച്ചയുള്ള നേതാക്കൾ കോട്ടയത്തെ രഹസ്യ യോഗം ചേർന്നതായി അറിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കോട്ടയത്ത് കേരള കോൺഗ്രസുകാരുടെ ചില നേതാക്കൾ രഹസ്യയോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് കാര്യമായ ക്ഷീണമുണ്ടാകുമെങ്കിൽ മുന്നണി ബന്ധം ഉപേക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്ന പല സീനിയർ നേതാക്കളുമുണ്ട്. എന്നാൽ ഇപ്പോഴും ഒരു സാധ്യതയുമില്ലെങ്കിലും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അതല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കുള്ള ഏതെങ്കിലും പദവി ഉറപ്പ് എന്ന് വിശ്വസിച്ച് നടക്കുകയാണ് ജോസ് കെ മാണി. എന്നാൽ ഫലം പുറത്തു വന്നു കഴിയുമ്പോൾ മാണി കേരള കോൺഗ്രസിനോട് കാര്യമായ താല്പര്യം കാണിക്കേണ്ട എന്ന വിലയിരുത്തലാണ് CPM-നുള്ളത്. ഇതിന് മുഖ്യമായി പറയുന്ന കാരണം കോട്ടയം സീറ്റിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാഴിക്കാടിന് പരാജയമുണ്ടായ കേരള കോൺഗ്രസിൻ്റെ ശക്തിയില്ലായ്മയാണ് ഇതിന് കാരണമെന്ന് CPM വിലയിരുത്തും. അടിത്തറ ഇളകിയ ഒരു പാർട്ടിയുടെ നേതാക്കൾക്ക് പുതിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ ഇടതുമുന്നണിയിലും ഘടകകക്ഷികളിലും യോജിപ്പ് കാണാൻ സാധ്യതയുമില്ല. മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF-ന് തെരഞ്ഞെടുപ്പ് ഫലം ക്ഷീണമുണ്ടാക്കിയാൽ മുന്നണിയിൽ തുടരേണ്ടതില്ല എന്ന അഭിപ്രായക്കാരായി ജോസഫ് കേരള കോൺഗ്രസിലും നിരവധി പേരുണ്ട്. തോൽവിക്ക് ശേഷവും കോൺഗ്രസിനെയും UDF-നെയും ചുമന്ന് നടക്കുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് എന്നും UDF-ൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഭാവിയിൽ പാർട്ടിക്കും നേതാക്കൾക്കും എന്ത് ഗുണമാണ് ഉണ്ടാക്കുക എന്നാണ് വിമർശകരായ സീനിയർ നേതാക്കൾ PJ ജോസഫിനോട് തന്നെ ചോദിക്കുന്നത്. ഇത്തരമൊരു അരക്ഷിതമായ ഭാവി രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് രണ്ട് പാർട്ടികളിലെയും സീനിയറായ നേതാക്കൾ കോട്ടയത്ത് രഹസ്യ യോഗം ചേർന്നത്. രണ്ട് പാർട്ടികളിലെയും നേതാക്കൾ മുന്നണി മാറ്റത്തിന് കാര്യത്തിൽ ആശങ്ക ഉള്ളവരാണ്. ഇത്തരമൊരു അരക്ഷിതമായ ഭാവി രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് രണ്ട് പാർട്ടികളിലെയും സീനിയറായ നേതാക്കൾ കോട്ടയത്ത് രഹസ്യ യോഗം ചേർന്നത്. രണ്ട് പാർട്ടികളെയും നേതാക്കൾ മുന്നണി മാറ്റത്തിൻ്റെ കാര്യത്തിൽ ആശങ്ക ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ അവസാന ഘട്ടത്തിൽ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനം രണ്ട് പാർട്ടികളിലെയും അതൃപ്തരായ നേതാക്കളെ വിപുലമായ യോഗം ഫലപ്രഖ്യാപനത്തിന് ശേഷം വിളിച്ചുകൂട്ടണമെന്നാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള രണ്ട് പാർട്ടികളിലും പെട്ട അസംതൃപ്തരായ നേതാക്കളെ ക്ഷണിച്ചുകൊണ്ട് കോട്ടയത്ത് പരസ്യമായി തന്നെ യോഗം നടത്തുക എന്ന തീരുമാനത്തിലാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. യോഗത്തിൽ വരുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് ഭാവിയിലേക്കുള്ള നടപടിയെടുക്കുക എന്നാണ് തീരുമാനം. എങ്കിലും മുന്നണികൾ മാറി നിലവിലെ മാണി ജോസഫ് പാർട്ടികളിൽ നിലനിൽക്കുന്നതിനേക്കാൾ ഭേദം രണ്ട് പാർട്ടികളിലെയും ശക്തരായ നേതാക്കളും പ്രവർത്തകരും യോജിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ പുതിയ ഒരു കേരള കോൺഗ്രസ് രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്ത ശേഷം ഭാവി സംബന്ധിച്ച നിലപാട് കൈക്കൊള്ളുക എന്ന ഒരു ധാരണയാണ് ഈ യോഗം അവസാനം എത്തിച്ചേർന്നത് എന്നാണ് അറിയുന്നത്. ഏത് രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൻ്റെ അക്ഷര നഗരമായ കോട്ടയം ആസ്ഥാനമാക്കി പുതിയ ഒരു കേരള കോൺഗ്രസ് പിറവിയെടുക്കുന്നതിനുള്ള ഗർഭം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വാസ്തവം. നന്ദി.